എത്ര ശ്രമിച്ചിട്ടും കൃത്യസമയം പാലിക്കാൻ കഴിയുന്നില്ല. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് എത്താൻ കഴിയുന്നില്ല. കൃത്യസമയത്ത് ക്ലാസ്സിലെത്താൻ കഴിയുന്നില്ല. അതിനുള്ളൊരു പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നാളെ കൊണ്ടുപോകേണ്ട ബുക്കുകൾ, നാളെ ഇടേണ്ട ഡ്രസ്സ്, അങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് നാളെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, ബുക്ക്, ഡ്രസ്സ്, മറ്റേ പേന, അതിനുവേണ്ടി ബസ്സിൻ്റെ ക്യാഷ് ഒക്കെ തലേ ദിവസം നമ്മളെ ബാഗിൽ വെക്കണം. കൊണ്ടുപോകുന്ന ബാഗിൽ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വെക്കണം. നാളെ കൊണ്ടുപോകേണ്ട വെള്ളം വരെ ആ ബാഗിൻ്റെ സൈഡിൽ എടുത്ത് വെക്കണം. ഒരു സാധനം നാളെ എടുത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കരുത്. പിന്നെ നാളത്തേക്ക് മെൻ്റലി ഹെൽത്തി ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ഒരു 1 അവർ വർക്കൗട്ട് ചെയ്യണം. മസ്റ്റായിട്ട് 1 അവർ വർക്കൗട്ട് ചെയ്യുക. ആഫ്റ്റർ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നല്ല ഫുഡൊക്കെ കഴിച്ച് കൃത്യം ഒരു 10 മണിക്ക് കറക്റ്റ് കിടന്നുറങ്ങുക. പിന്നെ രാവിലെ 5 മണിക്ക് എണീക്കുക. അങ്ങനെ ഒരു റൊട്ടീനായിട്ട്, അങ്ങനെ ഒരു ആവേശത്തിൽ ഒരു ദിവസമല്ല, കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ പറ്റുമെങ്കിൽ ഒരു മാക്സിമം നമുക്കൊരു 5, 6, 7 എത്ര ജോഡി ഡ്രസ്സുണ്ടോ അതൊക്കെ ഒരു സെറ്റാക്കിയിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് മുഴുവനും അയൺ ചെയ്ത് വെക്കാം. പിന്നെ അയൺ ചെയ്ത് വെക്കാനും ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്കില്ല, ഡ്രസ്സ് കുറവാണ്, എന്നാൽ 2 ജോഡി ഡ്രസ്സെങ്കിലും എന്താക്കുക, അയൺ ചെയ്തിട്ട് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തേക്കുള്ള, നാളത്തേക്കുള്ള, മറ്റന്നാളത്തേക്കുള്ള ഡ്രസ്സുകൾ. അപ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എന്താക്കും അവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസവും വേറെ ഡ്രസ്സ് അയൺ ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ ഒരു ദിവസം അയൺ ചെയ്യാൻ വിട്ടുപോയാലും നമുക്ക് നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ പോയുണ്ട്. അങ്ങനെ കൃത്യസമയത്ത് ജോലിക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു ദിവസം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾക്ക് ക്ലാസ് മിസ്സാക്കുന്നേ പാടില്ല. ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നോട്ട്, അത് അന്നത്തെ ക്ലാസ് കിട്ടിയില്ല, അന്നത്തെ നോട്ടുണ്ടാവും. ആ നോട്ട് വേണ്ടിയിട്ട് എന്താവും, നമ്മളുടെ ടൈം, നമ്മൾ കളിക്കേണ്ട ടൈം, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഈ നോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് നഷ്ടമാവും. ഒരിക്കലും ഒരു ദിവസത്തെ ക്ലാസ്, വീട്ടിൽ കല്യാണം ആയിക്കോട്ടെ, സൽക്കാരമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ക്ലാസ്സിന് പോകാൻ പേരാ. ഓക്കെ. പിന്നെ അതിന് കൂടാതെ ജോലിക്ക് പോകുന്നവരാണ്, ജോലിക്ക് നാളെ പോകേണ്ടതുകൊണ്ട്, അതുപോലെ തന്നെ നാളെ പോകേണ്ട സ്ഥലങ്ങൾ, നാളെ പോകേണ്ട കസ്റ്റമർ ആരൊക്കെയാണ്, അവരെ കസ്റ്റമർ ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കസ്റ്റമർ നാളെ പോകേണ്ട ഏതൊക്കെ കസ്റ്റമറാണ്, അവരെ ഫോൺ നമ്പർ, പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മളെ ഡയറിയിൽ കറക്റ്റ് നേരത്തെ പോകണം. ഇത്ര ടൈം എന്നൊക്കെ അവർ ഏത് സമയത്താണ് ആ ഷോപ്പിലുണ്ടാവുക. അങ്ങനെ പറ്റുമെങ്കിൽ തലേ ദിവസം വിളിച്ചിട്ട് നാളെ ഞാൻ വരുന്നുണ്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാം. ചിലപ്പോൾ നാളെ അയാൾ ലീവാണെന്ന് നമുക്ക് തലേ ദിവസം മനസ്സിലാക്കും. പിന്നെ വെറുതെ തന്നെ പെട്രോളും കത്തിച്ചിട്ട് അടം വരെ പോകേണ്ടിയില്ല. അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ബൈ.